സ്തുതിച്ചാട്ടെ സന്തോഷത്തോടെ. ദൈവത്തിൻ്റെ ദിവസം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രികാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്ന വാഴ്ത്തും. നമ്മൾ ദിവസനെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 7ാമത് രാത്രികാലവും ദിവസമല്ലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ഓരോ സെക്ഷൻ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും സാഹിത്യവും ഒക്കെ പകർന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് പകർന്ന എല്ലാ വിടുതലുകൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലവും കർത്തൃപാറവിടത്തിലായത് കർത്താവിൻ്റെ വലിയ ദാസമാ ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. വിശേഷാൽ ഇന്ന് വയ്യാറായ സമയം 12 പ്രിയപ്പെട്ടവർക്ക് ദൈവകൽപ്പന അനുസരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. കരങ്ങളെ ഇവർക്ക് കർത്താവിനെ സ്തുതിച്ചാൽ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവരെ വാസ്തവമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വലിയ കൃപ കർത്താവ് കൽപ്പിക്കട്ടെ. 12 പേരിൽ 2 പേര് കഴിഞ്ഞ നമ്മുടെ ഡി-അഡിക്ഷൻ പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്നവരാണ്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ ദൈവസനി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വലിയ ദാസൻ എമ്മയാണ് സാർ നമ്മുടെ ദൈവനെ സംസാരിക്കും. കർത്താവിൻ്റെ വലിയ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന വിശേഷിച്ച BMG യൂട്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 7ാമത്തെ രാത്രിയിൽ ദൈവജനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഇങ്ങനെ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനിയ കർത്തദാസൻ പാസ്റ്റർ KM ജോർജ് അവറുകൾ, പാസ്റ്റർ TF ജോൺ അവറുകൾ, ഇവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഷിജി K വർഗീസ്, ഇവാഞ്ചലിസ്റ്റ് പ്രവീൺ K ജോസഫ്, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ ദിവസങ്ങളായിരുന്നു ഇവിടെ നടന്നതെന്ന് അറിയുവാൻ ഇടയാകുന്നതിലും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ സന്ധ്യാസമയം 12 പ്രിയപ്പെട്ടവർക്ക് സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഇന്നലെ എന്നെ വിളിച്ച് പറയുമ്പോൾ 10 പേരാണ് സ്നാനപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ 11 പേര് സ്നാനപ്പെടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കരുതി 12 ആയാലും ഒരു പൂർണ്ണ സംഖ്യയാകുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ഏതായാലും സ്നാന സമയത്ത് 12 പേര് സ്നാനപ്പെടുവാൻ തക്കണം ഇടയാക്കി തീർന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കഥത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച ഡി-അഡിക്ഷൻ ക്യാമ്പിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ 2 പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പൽക്കാലം സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ആ ഡി-അഡിക്ഷൻ ക്യാമ്പിന് ചുമലുകൊടുത്ത് നിൽക്കുന്ന പ്രിയ സാജു സൈമയുടെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ഇംഗ്ലീഷ് സർവീസും മലയാളം സർവീസും ആ ക്യാമ്പുകളുടെ അനുഗ്രഹത്തിനായിട്ട് അക്ഷീണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആ ക്യാമ്പുകൾ തുടർന്ന് മുടങ്ങാതെ നടക്കട്ടെ. അനേകത അതിൽ കൂടി കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കണമുടിയായി തീരട്ടെ. എല്ലാറ്റിലും ദൈവനാമം മാത്രം മഹിമപ്പെടുവാൻ സംഗതിയായി തീരട്ടെ. ഒരു വാക്യം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാമത്തെ വാക്യം. കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്ന 35 സ്ഥാനങ്ങളുണ്ട്. അതിൽ 2 സ്ഥാനങ്ങൾ പഴയ നിയമത്തിലാണ്, 2 സ്ഥാനങ്ങൾ സുവിശേഷങ്ങളിലാണ്, 2 സ്ഥാനങ്ങൾ ലേഖനങ്ങളിലാണ്. ശേഷിച്ച 29 സ്ഥാനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലാണ്. ആ വെളിപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ കുഞ്ഞാടെ എന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ഒടുവിലത്തെ സ്ഥാനമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു കേട്ടത്. 35-ാമത്തെ സ്ഥാനം, വെളിപ്പാട് പുസ്തകത്തിലെ 29-ാമത്തെ സ്ഥാനം. ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ആ സ്ഥാനങ്ങൾ വേഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്ന 1-ാമത്തെ സ്ഥാനം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാമത്തെ വാക്യം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും ഇതാരെ പറ്റി പ്രവാചകൻ പ്രവചിച്ചതാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി തന്നെയാണ്. ഈ വേദഭാഗമാണ് എത്യോപ്യക്കാരനായ ധനകാര്യ മന്ത്രിയെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തിയത്. എത്യോപ്യക്കാരനായ ധനകാര്യ മന്ത്രി എത്യോപ്യയിലായിരുന്നപ്പോൾ അവനത് കേൾവി കേട്ടു.
യഹൂദന്മാരുടെ എബ്രായരുടെ ഉത്സവം വലിയ കെങ്കേമമാണ്. എന്നാൽ ഈ ഉത്സവം ഒന്ന് കാണാമെന്ന് വച്ച അവൻ എത്യോപ്യയിൽ നിന്ന് യെരുശലേമോളം യാത്ര ചെയ്തു വന്നു. അന്ന് യെരുശലേമിൽ ഉണ്ടായിരുന്ന ദേവാലയം ഹെരോദ രാജാവ് പണിതതായ ദേവാലയമാണ്. ആ ദേവാലയത്തിന് 3 പ്രാകാരമുറ്റങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രാകാരമുറ്റം യഹൂദ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ പ്രാകാരമുറ്റത്തിലെ വാതിൽക്കൽ ഒരു മേലെഴുത്തുണ്ട്, യഹൂദ പുരുഷന്മാർക്കുള്ള പ്രാകാരം. രണ്ടാമത്തെ പ്രാകാരം യഹൂദ സ്ത്രീകൾക്കുള്ള പ്രാകാരമാണ്. അവിടെ ഒരു മേലെഴുത്തുണ്ട്, യഹൂദ സ്ത്രീകൾക്കുള്ള പ്രാകാരം. മൂന്നാമത്തെ പ്രാകാരം പുറത്തെ പ്രാകാരം എന്ന് പറയുന്നു. അവിടെ ഒരു മേലെഴുത്തുണ്ട്, ജാതികളുടെ പ്രാകാരം. ഈ ജാതീയ മനുഷ്യൻ യെരുശലേമിൽ ഉത്സവം കാണാൻ വന്നു. ആദ്യത്തെ 2 പ്രാകാരങ്ങളിൽ പ്രവേശിക്കുവാൻ ഇവൻ അനുവാദമില്ല. ഇവൻ ഏറ്റവും പുറത്തെ പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ അകത്ത് നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അവൻ നിരാശനായി പുറത്തേക്ക് ഇറങ്ങി അവൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ഇരുന്ന യെശയ്യാ പ്രവാചകന്റെ ചുരുള് മാത്രം അവിടെ വിൽക്കുന്നു. ഈ ധനികാര്യമന്ത്രി പിടിപ്പത് വില കൊടുത്ത് ആ ചുരുള് സ്വന്തമാക്കി. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. 66 പുസ്തകങ്ങളടങ്ങിയ വേദപുസ്തകം മുഴുവനോട് മാറോട് അണച്ച് നടക്കുവാൻ ഭാഗ്യം ലഭിച്ച നാം ഭാഗ്യവാന്മാരാണ്. ആ കാലത്ത് മുഴുവൻ പുസ്തകം കിട്ടത്തില്ല, പഴയ നിയമം മുഴുവനും കിട്ടത്തില്ല. ഒരു പുസ്തകം മാത്രം, അത് പുസ്തക ചുരുളിൽ എഴുതിയത്. ആ പുസ്തകത്തിന്റെ കോപ്പി മാത്രം അവൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഇന്ന് പുരോഗമിച്ച് പണ്ടൊക്കെ പോക്കറ്റ് ബൈബിൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ ഷോപ്പിൽ ചെന്നാൽ പോക്കറ്റ് ബൈബിൾ വാങ്ങി. ഇപ്പം പിന്നെ അതും വേണ്ട, മൊബൈൽ ഫോണിൻ്റെ അകത്തുണ്ട്. ഇന്ന് പല പ്രാസംഗികരെയും ഞാൻ കണ്ടിട്ടുണ്ട്, വേദോസം എടുക്കത്തില്ല, ഇവരെ മുമ്പിൽ വെച്ചേച്ച കുത്തുക. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പുസ്തകം പോലും കൊണ്ട് നടക്കണ്ട, ഇവനെ പോക്കറ്റിട്ട് നടന്നാൽ മതി. ഈ നിലയിൽ നമ്മൾ വളരെ പുരോഗമിച്ചിരിക്കുമ്പോൾ ഈ ധനകാര്യ മന്ത്രി ഈ ചുരുള് മാത്രം വാങ്ങിച്ച് യെരുശലേമിൽ നിന്ന് വായന തുടങ്ങി. വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ എത്തിയപ്പോൾ ഒരു കുഞ്ഞാട് അവനെതിരായിട്ട് കയറി വരുന്നു. ഈ കുഞ്ഞാട് ജീവിതങ്ങളെ സന്ധിക്കുന്നത് എക്കാലവും ഇങ്ങനെ തന്നെയാണ്. നിർജ്ജനമായ വഴിയിൽ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടാണ് ഈ കുഞ്ഞാട് കയറി വരുന്നത്. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയതും ഈ നിലയിലാണ്. ഒറ്റപ്പെട്ടി അനുഭവങ്ങൾ, വരൾച്ചയുടെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നത് കുഞ്ഞാടിനെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ. അങ്ങനെ കുഞ്ഞാട് വന്നതുകൊണ്ട് അവനെ സ്വന്തമാക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ സമയത്ത് ദൈവാത്മ നിയോഗത്താൽ ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴി വന്ന് നിൽക്കുക. അന്നേരം തേര് വരുന്നു, പാഞ്ഞു വരുന്നു, കുതിര കെട്ടിയ തേര്. ദൈവാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്ക. അപ്പോൾ ഈ ധനകാര്യ മന്ത്രി യെശയ്യാ പ്രവചനം അങ്ങ് വായിക്കുകയാണ്. തുറന്നു വായന. ആ വായനയുടെ ഗാംഭീര്യം അറിയണമെങ്കിൽ വാഹനത്തിന്റെ വെളിയിൽ നിൽക്കുന്ന നടക്കുന്ന ഫിലിപ്പോസും കേൾക്കത്തക്കവണ്ണം ഗംഭീര വായന. വല്ലതും മനസ്സിൽ തടയണമെങ്കിൽ വാതൊന്ന് വായിക്കണമെന്നൊക്കെ പറയും. പിള്ളേർ പുസ്തകം തോന്നി ഇങ്ങനെ ഇരിക്കുമ്പോ മാതാപിതാ വായിക്കടാ. 2 കാരണം, ഒന്ന് ഇവൻ ഉറങ്ങുന്നോ ഇല്ലോ എന്ന് അറിയത്തില്ല, വായിച്ചാൽ തലേ കയറും. ഈ നിലയിൽ ഇവൻ ഇങ്ങനെ ഉറച്ചു വായിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഉടനെ അവൻ പറയുന്നു, ഒരുത്തൻ പൊരുള് തിരിച്ചു അറിയുന്നില്ലെങ്കിൽ എങ്ങനെ അറിയും? ഒരു കുഞ്ഞാടിനെ ഞാനിതാ വായിക്കുന്നു. ഇത് പ്രവാചകൻ ആരെ പറ്റി പറയുന്നു? എന്നെ പറ്റിയാണോ മറ്റൊരുത്തനെ പറ്റിയാണോ? ഫിലിപ്പോസ് തേരിൽ ഇരിക്കുവാൻ അവൻ ആവശ്യപ്പെട്ടു. തേരിൽ ഇരുന്നു. ഈ കുഞ്ഞാടിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടി.
ഇത് പ്രവാചകൻ പ്രവചിച്ച നിന്നെ പറ്റിയുമല്ല, മറ്റൊരുത്തനെ പറ്റിയുമല്ല, യേശുക്രിസ്തുവിനെ പറ്റിയാണ് പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം കേട്ടപ്പോൾ ആ ധനകാര്യ മന്ത്രി യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. ഈ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32-33 വാക്യങ്ങളിലും വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ആ ആ ആ ആ ആ ഈ വേദഭാഗമാണ് ഈ ധനകാര്യ മന്ത്രി നിന്ന് വായിച്ചോണ്ട് പോയത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം പ്രസംഗിച്ചു. ഞാൻ പണ്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ അതുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്, റോമൻ കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആട്. ഈ റോമൻ കത്തിരിക്കുക എന്ന് വെച്ചാൽ ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്ന പോലെ ഇങ്ങനെ അങ്ങ് കണ്ടിച്ച് കത്തിരിച്ചങ്ങ് എടുക്കുക എന്നാണ് പണ്ട് വിചാരിച്ചത്. എന്നാൽ പിന്നെ ചില പടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കത്തിരിക കൊണ്ട് കണ്ടിക്കുന്ന കഥയല്ല, ഷേവിങ് നൈഫ് കൊണ്ട് ഇത് മുഴുവൻ തൊലിയോട് ചേർന്നിങ്ങ് ഷേവ് ചെയ്തിങ്ങ് ഇറക്കുകയാണ്. ആ തൊലി പൊട്ടി രക്തം വെളിപ്പെടത്തക്കവണ്ണം മുഴുവനും ഷേവ് ചെയ്ത് ഇറക്കുക. ആ വേദന സഹിച്ച ഒരാടെങ്ങനെ റോമൻ കത്തിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുമോ, അതുപോലെ യേശു കർത്താവ് വായെ തുറക്കാതെ റോമൻ കത്തിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ആടിനെ പോലെ താൻ വിസ്താര കോടതികളിലും അവനെ അടിക്കുന്നവരുടെ മുമ്പിലും തുപ്പുന്നവരുടെ മുമ്പിലും അവൻ വായെ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ഈ എത്യോപ്യക്കാരനായ ധനകാര്യ മന്ത്രി പിന്നെ സ്നാനപ്പെട്ട മഹാസന്തോഷത്തോടെ അവന്റെ വഴിക്കും പോയി. ദൈവാത്മാവ് ഫിലിപ്പോസിനെ എടുത്തും കൊണ്ട് പോയി. പിന്നെ അവനെ അസ്തോദിലാണ് കണ്ടത്. ഈ ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോകാൻ 2-3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഇങ്ങനെ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞയക്കുമ്പോൾ ഒരു സ്നാന ശുശ്രൂഷ ഉണ്ട് എന്ന് ദൈവാത്മാവ് പറഞ്ഞില്ല. ഇന്നിവിടെ സ്നാനം നടന്നപ്പോൾ ഞാനൊരു ജോഡി ഡ്രസ്സും കൂടെ കരുതി അച്ഛാ വന്ന്. ഈ ഫിലിപ്പോസിനോട് സ്നാനത്തിന്റെ കഥ പറഞ്ഞിരുന്നെങ്കിൽ അവൻ വേറെ ഡ്രസ്സും കരുതി വന്നേനെ. സംഭവം എല്ലാം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞപ്പോൾ ഇവൻ കുളിച്ചിങ്ങനെ നിൽക്കുക. ഈ ഫിലിപ്പോസിനെ എത്രയും വേഗം വീട്ടിലെത്തിച്ച അവന്റെ നനഞ്ഞ തുണി മാറ്റുക എന്നുള്ളത് ദൈവാത്മാവിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ശബ്ദം കേട്ട ഇറങ്ങി പുറപ്പെട്ട ഇവൻ ഈ തണുത്ത് വിതച്ച ഈ മരുഭൂമിയിൽ നിൽക്കാൻ പാടില്ല. അവനെ വീട്ടിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവാത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, ചോദ്യം ചെയ്യാതെ ഇറങ്ങി പുറപ്പെട്ടാൽ, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോകാൻ രണ്ടാമത്തെ കാരണം, ഈ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ ധനകാര്യമന്ത്രി പറയും, ഈ തേരിൽ അങ്ങ് ഇരുന്നാൽ മതി, നമുക്ക് എത്യോപ്യയിലേക്ക് അങ്ങ് പോകാം. സുവിശേഷ വേലയ്ക്ക് നല്ല ഫീൽഡാണ്. ഇന്നത്തെ പോലെ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട, തേരിൽ അങ്ങ് ഇരുന്നാൽ മതി. അങ്ങനെ ഈ ധനകാര്യമന്ത്രി ഫിലിപ്പോസിനെ എടുക്കുന്നതിന് മുമ്പ് ദൈവാത്മാ ഫിലിപ്പോസിനെ അങ്ങ് എടുത്തു. ലോകം നമ്മെ എടുക്കുന്നതിനേക്കാൾ നല്ലത്, മറ്റുള്ളവർ നമ്മളെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ദൈവാത്മാവ് നമ്മളെ എടുക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മെ എടുത്താലും കോശാല എടുത്തേച്ച് പിന്നെ പൊത്തവും താഴെ അങ്ങിടും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ. ഇപ്പം മറ്റുള്ളവർ എടുക്കുന്നതിലും നല്ലത് ആത്മാവിന്റെ കരങ്ങളിലായിരിക്കുന്നതാണ്. നമ്മൾ ചിന്തിച്ചു വന്നത് യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി പഴയ നിയമത്തിൽ കാണുന്ന ഒന്നാമത്തെ വേദഭാഗം, യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി പഴയ നിയമത്തിൽ കാണുന്ന രണ്ടാമത്തെ വേദഭാഗം ഇരമ്യാ പ്രവചനത്തിലാണ്. ഇരമ്യാ പ്രവചനം
11-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവചനം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. മതി. ഞാനോ അതുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാട് പോലെയാകും. യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ഈ കുഞ്ഞാട് അതുക്കാൻ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരി കൊലമരത്തിലേക്ക് നടന്നു പോകുകയാണ്. യേശുക്രിസ്തുവിനെ പിടിച്ച രാത്രിയിൽ 5 അരമനകളിലാണ് കർത്താവിനെ വിസ്തരിച്ചത്. ഒന്നാമത് മഹാപുരോഹിതനായ കയ്യാഫാവ് വിസ്തരിച്ചു. രണ്ടാമത് മഹാപുരോഹിതനായ ഹന്നാവ് വിസ്തരിച്ചു. അവൻ അമ്മായപ്പനും മരുമകനുമാണ്. അതിനുശേഷം ഹെരോദ രാജാവ് വിസ്തരിച്ചു. നാലാമത് സൻഹദ്രീം സംഘം, അവരുടെ സുപ്രീം കോടതി യേശുവിനെ വിസ്തരിച്ചു. അഞ്ചാമത് റോമൻ ഗവർണറായ പീലാത്തോസ് വിസ്തരിച്ചു. പീലാത്തോസ് തന്നെ 2-3 പ്രാവശ്യം മാറിയും മറിച്ചും യേശുവിനെ വിസ്തരിച്ചു. ഇവർക്കാർക്കും യേശുവിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. യേശു മിണ്ടാതിരിക്കുമ്പോൾ പീലാത്തോസൻ ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? ദൈവത്തിനെ മഹത്വം. സത്യമെന്നാൽ എന്താ? സത്യമെന്നാൽ എന്താ? തന്റെ ദൈവത്വത്തെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരുന്നത് കാണും എന്ന് കർത്താവ് പറയുന്നത്. അവൻ മരുക്കമുള്ള കുഞ്ഞാട് പോലെ കൊല്ലുവാൻ പോകുന്നവരുടെ മുമ്പിൽ കർത്താവ് ഒതുങ്ങി നിന്നു. പീലാത്തോസ് യേശുവിനെ കൊലയ്ക്ക് വിധിച്ചു. ജനം യേശുവിനെ കയ്യേറ്റു. അവരാദ്യം ചെയ്തത് മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞുണ്ടാക്കി യേശുവിന്റെ ശിരസിൽ വച്ച കോലുകൊണ്ട് അടിച്ചതക്കി. തലിയോടി പോലും കിഴിഞ്ഞ ആ മുൾക്കിരീടം ഉറച്ചിരുന്നു. ധൂമ്രവസ്ത്രം അവനെ അണിയിച്ചു. ചാട്ടവാത് കൊണ്ട് അവനെ ആവോളം തല്ലി, കോലുകൊണ്ട് അടിച്ചു, കന്നത്തടിച്ചു, മുഖത്ത് കാക്കിച്ചു തുപ്പി. ഭാരമുള്ള പച്ച പൈന്മത കുരിശ് യേശു കർത്താവിന്റെ തോളിൽ വെച്ചു. അതും കൊണ്ടാണ് തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോത്ത മലയിലേക്ക് യേശു കർത്താവിനെ കൊണ്ടുപോയത്. ഈ ക്രൂശുമായി അങ്ങ് ചെല്ലത്തില്ലെന്ന് കണ്ടപ്പോഴാണ് വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ച യേശുവിന്റെ ക്രൂശിന്റെ അറ്റം ചോപ്പിച്ചു. യഹൂദന്മാർക്ക് ഈ നീഗ്രോ വംശജന്റെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ബഹളം കേട്ട് കാണാനായിട്ട് ഓടി വന്നവനായി ഈ കുറേനക്കാരനായ ശീമോൻ. മനസ്സില്ല മനസ്സോടെ ക്രൂശിന്റെ അറ്റം ചുമന്ന അവന്റെ 2 പുത്രന്മാരെ സുവിശേഷത്തിൽ വായിക്കുന്നു, അലക്സാണ്ടറും റൂഫോസും. റൂഫോസിനെ പിന്നെ നാം റോമാലേഖനം 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവന് സഭയുടെ ബിഷപ്പായി. ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, അലക്സാണ്ടർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി. ഒരു മകൻ ബിഷപ്പ്, മറ്റേ മകൻ ഗവർണർ. ഇവരുടെ അപ്പനായ മനസ്സില്ല മനസ്സോടെ ക്രൂശിന്റെ അറ്റം ചുമന്നത്. മനസ്സില്ല മനസ്സോടെ ക്രൂശിന്റെ അറ്റം ചുമന്ന ശീമോന്റെ മക്കളെ ദൈവം ആ വിധത്തിൽ ഉയർത്തിയെങ്കിൽ, നല്ല മനസ്സോടെ ക്രൂശിന്റെ നിന്ന, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെ അവന്റെ ക്രൂശ് ചുമക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ തലമുറകളെ അവൻ എത്രമാത്രം ഉയർത്താതിരിക്കും. ക്രൂശ് ചുമക്കുന്നത് പരാജയമല്ല, അത് നമ്മുടെ തലമുറകളെ ഉയർത്തുന്നതാണ്. ചൂടാലാഭാഷ്, ശാന്താലാഭാഷ്. ആത്മീയത്തിലും ഭൗതികത്തിലും തലമുറകൾ ഉയർത്തപ്പെടും ക്രൂശ് ചുമന്നാൽ. ഞാനോ അതുക്കാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെയാകും. ഈ 2 സ്ഥാനങ്ങൾ മാത്രമേ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ച് കാണുന്നുള്ളൂ. ഇനിയത്തെ 2 സ്ഥാനങ്ങൾ സുവിശേഷത്തിലാണ്. ആ 2 സ്ഥാനങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെയാണ് ആ 2 സ്ഥാനങ്ങളും കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. മതി. യേശു കർത്താവ് തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്
സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആടൊരിക്കലും ഭാരം ചുമക്കുന്ന മൃഗമല്ല. ഭാരം ചുമക്കുന്ന മൃഗം ഒട്ടകമോ കാളയോ കഴുതിയോ ഇതൊക്കെയാണ് ഭാരം ചുമക്കുന്നത്. ആടൊരിക്കലും ഭാരം ചുമന്നിട്ടില്ല, ചുമക്കാൻ കഴിയുന്ന ഒരു ജീവിയുമല്ല. സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്നു, ഈ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാണ്. അവൻ വഹിക്കാവുന്നതിലും അത്ഭുതമായിരുന്നു ലോകത്തിന്റെ പാപഭാരം. എങ്കിലും നമുക്ക് വേണ്ടി അവൻ ആ വലിയ ഭാരം ചുമക്കുകയാണ് ഉണ്ടായത്. 35 വാക്യത്തിലും 35-36 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി സുവിശേഷത്തിൽ കാണുന്ന രണ്ടാമത്തെ വേദഭാഗമാണ്. 1-ാം അധ്യായം 35-36. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 3 പിറ്റേനാൾ നമുക്ക് കാണാൻ കഴിയും. 29-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്. 35-ാം വാക്യത്തിൽ കണ്ടു പിറ്റേനാൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്. ഇനി 43-ാം വാക്യത്തിലുണ്ട് പിറ്റേനാൾ. 43-ാം വാക്യം. അപ്പോൾ യേശു കർത്താവിന് പിറ്റേനാൾ എന്നൊരു സ്വഭാവമുണ്ട്. ഒരു പിറ്റേനാൾ കടന്നു വന്നു, തന്നെ അനുഗമിപ്പാൻ ആയതുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവൻ ആ വഴിക്ക് പോകാതിരിക്കുകയല്ല, രണ്ടാമതൊരു പിറ്റേനാൾ ഒരുക്കി ആ വഴിക്ക് കടന്നു പോയപ്പോൾ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. 2-ാം ദിവസം 2 പേരെ കിട്ടി എന്ന് വെച്ച മൂന്നാമത് ആ വഴി പോകാതിരിക്കുകയല്ല, മൂന്നാമതൊരു പിറ്റേനാൾ ഒരുക്കി കർത്താവ് വഴിക്ക് കടന്നു പോയപ്പോഴാണ് നഥനയേലിനെയും ഫിലിപ്പോസിനെയും മറ്റും ലഭിക്കുവാനിടയായി തീർന്നത്. ആശ വച്ച ജീവിതങ്ങൾ അവനെ പൂർണ്ണമായി പിൻപറ്റുന്നിടം വരെ പിറ്റേനാളുകൾ ഒരുക്കി അവൻ ദേശത്തെയും കുടുംബങ്ങളെയും സന്ദർശിക്കുന്നവനാണ്. ഇങ്ങനെ പിറ്റേനാളിന്റെ സ്വഭാവം കർത്താവിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവനെ പിൻപറ്റുവാൻ ഇടയായി തീർന്നത്. ഒരു സന്ദർശനം അയച്ച നാം അവനെ പിൻപറ്റിയില്ലെന്ന് വച്ച പിന്നെ കർത്താവ് സന്ദർശനം അയക്കാതിരിക്കുകയല്ല, പിറ്റേനാളുകൾ ഒരുക്കി അവൻ നമ്മളെ സന്ദർശിച്ചെങ്കിൽ ഈ കാഴ്ചപ്പാട് നമുക്കും ഉണ്ടായിരിക്കുകയാണ്. ജീവിതങ്ങളോട് സുവിശേഷം പറഞ്ഞ മാനസാന്തരപ്പെട്ടില്ലെന്ന് പറഞ്ഞ നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല. പിറ്റേനാളുകൾ ഒരുക്കി പിന്നെയും പിന്നെയും സന്ദർശിക്കുമ്പോൾ കർത്താവ് ജീവിതങ്ങളെ വിടർത്തിയെടുക്കുന്നവനാണ്. സുവിശേഷത്തിൽ ഈ 2 സ്ഥലങ്ങളിൽ യേശു കർത്താവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനിയത്തെ 2 സ്ഥലങ്ങൾ ലേഖനങ്ങളിലാണ്. ലേഖനങ്ങളിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്ന 1-ാമത്തെ സ്ഥാനം 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുക. ഈ പെസഹയുടെ ചട്ടം പുറകാലം നമ്മൾ കാണുന്നത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി കാണുന്ന 2-ാമത്തെ സ്ഥാനം 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നിങ്ങളെ വീണ്ടെടുത്തത് അവിടെ തൊട്ട് വായിച്ചാട്ടെ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അല്ല.
അപ്പോസ്തലനായ പത്രോസ് ഇവിടെ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുക. പഴയ നിയമകാലത്ത് വെള്ളി കൊണ്ടും മറ്റും വീണ്ടെടുപ്പ് സമ്പാദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ യഹൂദനും അരശേക്കൽ വെള്ളി ആലയത്തിന്റെ തൂക്കപ്രകാരം തൂക്കിക്കൊടുത്ത വീണ്ടെടുപ്പ് സമ്പാദിക്കണം. ആ കാര്യം പത്രോസ് ഉദ്ധരിച്ചിട്ട് പറയുന്നു, നമ്മെ വീണ്ടെടുത്തത് ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന നശിച്ചു പോകുന്ന വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച വിസ്താര കോടതിയിൽ ആർക്കും കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യേശു കർത്താവ് ജനത്തെ നോക്കി വെല്ലുവിളിച്ചു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ ചൊല്ലി ബോധം വരുത്താൻ കഴിയും? പിശാചിനെ നോക്കി വെല്ലുവിളിച്ചു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഈ നിലയിൽ നിഷ്കളങ്കമായ ജീവിതം നയിച്ച ആ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ ചങ്കിലെ ചോര തന്നാണ് നമ്മെ നാശത്തിൽ നിന്ന് പാതാളത്തിന്റെ ആടുകളായി മേഞ്ഞു നിന്ന നമ്മെ അവന്റെ കൈക്കീഴിലെ നല്ല ആടുകളായി രൂപപ്പെടുത്തി എടുത്തത് യേശുവിന്റെ ചങ്കിലെ തങ്ക നിണം കൊണ്ട്. ഇങ്ങനെ 6 സ്ഥലങ്ങളിൽ നമ്മൾ കാണും യേശു ക്രിസ്തു കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ തിരുവചനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരാട്ടിൻകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു ജാതിക്ക് വേണ്ടി അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ കാണാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിനു വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു ജാതിക്ക് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന് വേണ്ടിയാണ് ഒരാട് അറുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, വിറക് കീറി വിറക് ബാലന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. അവരൊന്നിച്ച് നടന്നു. മകന്റെ ചോദ്യം, അപ്പ എന്താകുന്നു മകനെ? തീയുണ്ട്, വിറകുണ്ട്. ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എന്തിയെ? ഇവൻ യാഗം അപ്പൻ നടത്തുന്നത് കണ്ടവനാണ്. ആട്ടിൻകുട്ടി ഇല്ലാതെ യാഗം നടക്കത്തില്ല. ഇവിടെ ഇപ്പോൾ അപ്പൻ യാഗം കഴിക്കാൻ പോകുന്നു, എന്നെയും കൂട്ടിക്കൊണ്ട്. തീയും വിറകും എല്ലാം ഉണ്ട്. ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എന്തിയെ? ഇതിന് മറുപടി അബ്രഹാം പറഞ്ഞത് സത്യമല്ല. സത്യമായ മറുപടി അല്ല അബ്രഹാം കൊടുത്തത്. ഈ ചോദ്യത്തിന് സത്യമായ മറുപടിയാ കൊടുക്കാനെങ്കിൽ കൊടുക്കേണ്ട മറുപടി ഹോമയാഗത്തിലുള്ള ആട്ടുകുട്ടി എന്തിയെ? സത്യം പറയാൻ പോവുക, അത് മകനെ നീ തന്നെയാണ്. ഇതല്ലയോ സത്യം? സത്യം അതാണ്. ഹോമയാഗത്തിലുള്ള ആട്ടുംകുട്ടി നീയാണ്. ഈ സത്യം പറഞ്ഞാൽ മകൻ മുതുവേൽക്കും. ഇതറിഞ്ഞ അപ്പൻ സത്യം പറയാതെ വിശ്വാസം പറഞ്ഞു. വിശ്വാസം എന്താ? ദൈവം കരുതിക്കൊള്ളും. അത് സത്യമല്ല. സത്യം ആട്ടിൻകുട്ടി ഇവനാണ്. ഇവനെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ആ സത്യം മറച്ചു വച്ച വിശ്വാസം അബ്രഹാം പറഞ്ഞു. ദൈവം കരുതിക്കൊള്ളും. ആ കരുതൽ,
അബ്രഹാമിന് അറിയത്തില്ല ഇങ്ങനൊരു ആട്ടിൻകുട്ടിയെ കരുതുമെന്ന്. നമ്മളെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാ ആട്ടിൻകുട്ടിയൊക്കെ ദൈവം കരുതിയെന്ന്. സംഭവം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം ആട്ടിൻകുട്ടിയെ കരുതുമെന്നല്ല, എന്റെ മകനെ യാഗം കഴിക്കും, അവൻ ചാരമാകും. ഇസ്ഹാക്ക് എന്ന വ്യക്തി ഭൂപരപ്പിലേ കാണത്തില്ല. ആ ഇല്ലാത്ത ഇസ്ഹാക്കിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ മടക്കി വരുത്തുകയും ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഈ ചാരത്തിൽ നിന്ന് ദൈവം ഇസാക്കിനെ മടക്കി തരും. ഇതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ഈ അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളു. ആ സംഭവത്തിൽ ഞാനൊരു പ്രസ്താവന പറയുന്നു, സത്യം പറഞ്ഞാൽ മുറിവേൽക്കുമെങ്കിൽ നമ്മൾ സത്യം പറയരുത്, വിശ്വാസം പറയണം. സത്യം പറഞ്ഞാൽ മുറിവേൽക്കുമെന്നെങ്കിൽ സത്യം പറയാതെ കള്ളം പറയണമെന്ന് MA ജോൺ പ്രസംഗിച്ചെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കരുത്. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ മുറിവേൽക്കുമെങ്കിൽ കള്ളം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസം പറയണമെന്ന്. ഇപ്പൊ ആരെങ്കിലും ദീനവും ദണ്ണമായി കിടക്കുമ്പോൾ പെന്തിക്കോസ്തുകാരായ നമ്മുടെ ഇടയിലെ പ്രവണത ഏതെങ്കിലും പ്രവാചകനെയോ പ്രവാചിയോ ഒക്കെ വിളിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കും. നല്ല കാര്യം. ഈ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിപ്പിക്കും. എന്നിട്ട് അടുത്ത ചോദ്യം, ദൈവദാസനെ വല്ലതും കണ്ടോ, വല്ലതും കേട്ടോ? എന്താ ദൈവത്തിന്റെ ആലോചന? അപ്പൊ ചില ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട് ഇങ്ങനെ തലകുലിക്ക് വെച്ച് പറയും, കണ്ടു വച്ചമ്മേ. എന്താ കണ്ടു? ശവപ്പെട്ടി കണ്ടു. ശവപ്പെട്ടി കണ്ടെന്ന്. കണ്ടത് ശരിയാ, ശവപ്പെട്ടി. അടുത്ത ദിവസം ശവപ്പെട്ടിക്കകത്ത് കയറുകയും ചെയ്യും. ഇത് പറഞ്ഞാൽ മുറിവേൽക്കുമെങ്കിൽ ഇത് പറയരുതെന്നാ ഞാൻ പറഞ്ഞു. പിന്നെന്തോ പറയണം? നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമല്ലയോ വിടിവിക്കുന്നത്. സത്യം പറഞ്ഞാൽ മുറിവേൽക്കുമെങ്കിൽ സത്യം പറയരുത്, വിശ്വാസം പറയണം. അബ്രഹാം പറഞ്ഞു, മകനെ യഹോവ കരുതിക്കൊള്ളും. യാഗപീഠം പണിതു, വറകടുക്കി, മകനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി. മറ്റൊരു ചിന്തി അബ്രഹാമിന്റെ മനസ്സിലില്ല. ഇവനെ അറുക്കും, തീ കത്തിക്കും, ചാമ്പലാക്കും. കത്തി ഉയർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ മകനെ നൽകുവാൻ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നിപ്പോൾ ഞാൻ അറിയുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കൊമ്പ് കാട്ടെ ചുറ്റി ഒരു കോലാട് കിടക്കുക. ആട് കാട്ടിൽ ചുറ്റിയാൽ വള്ളിപ്പടപ്പിൽ പെട്ടാൽ കരിയാത്ത ഏതെങ്കിലും ആടിനെ ഭൂപ്രതിഭയിൽ കണ്ടിട്ടുണ്ടോ? ഒരല്പം പോലും വേദന സഹിക്കുന്ന ജീവി അല്ല ആട്. വിശേഷിച്ച് വള്ളിക്കെട്ടിന്റെ അകത്ത് വെട്ടുപോയാൽ ഇത് കിടന്ന് അലയ്ക്കും. പക്ഷെ ഈ ആട് അലയ്ക്കുന്നില്ല, ഇത് മിണ്ടുന്നില്ല, ശാന്തമായി കിടക്കുക. തക്ക സമയമായപ്പോൾ അബ്രഹാമിന്റെ കണ്ണിന്റെ മുമ്പിൽ ആ കരുതൽ വെളിപ്പെട്ടെങ്കിൽ, ദൈവ പൈതലേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്ന കരുതൽ ഇന്ന് കാണുന്നില്ലെങ്കിലും 2014 ചില കരുതലുകൾ വെളിപ്പെടും. സ്തോത്രം. ഏകാകിനികളെ കുടുംബത്തിൽ വസിക്കുമാതാക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭുജം ഈ 2014 പാളയം ദൈവസഭ കാണാൻ പോകുകയാണ്. ഇന്ന് ശബ്ദം കേൾക്കുന്നില്ല, ഈ നനക്കം കേൾക്കുന്നില്ല, എങ്കിലും പൊടുന്നനവേ വെളിപ്പെട്ടു വരുന്ന ചില കരുതലുകൾ ദൈവസഭ കാണും.
രക്തം ജയം. സ്തോത്രം. കാറ്റത്ത് കരിയില പാറി വരുന്നത് പോലെ വെളിപ്പെട്ടു വരുന്ന ചില വിടുതലുകൾ ചുടനി കംഷിയാസിയാല 2014 പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. സ്തോത്രം. രക്തം ജയം. ചില ഉണങ്ങിയ വടികൾ തളുക്കും, അത് പൂക്കും, ബദാങ്ക കായ്ക്കും. ഇത് ഉണങ്ങി നിൽക്കുന്ന വിഷം പോലെ നിൽക്കുന്ന അവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിക്കും യേശുവിൻ നാമത്തിൽ. രക്തം ജയം. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള ശക്തി നശിച്ചു പോയിട്ടും സാധായിൽ വ്യാപരിച്ച ദൈവ കൃപ നിർജീവത്വങ്ങളെ മാറ്റി തലമുറകളെ തരത്തക്കവണ്ണം, പൂക്കത്തക്കവണ്ണം, ബലം കായ്ക്കത്തക്കവണ്ണം, ബലം കാണത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ചില നിർജീവമായ അവസ്ഥകളിൽ ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തം ജയം. ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളുക്കും, അത് പൂക്കും, ബലം കായ്ച്ചു നിൽക്കും. സ്തോത്രം. ഒരൊറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ ലേവി ഗോത്രത്തിന്റെ വടി തളുത്തെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ മാസങ്ങൾ വേണ്ട, ആഴ്ചകൾ വേണ്ട. ഒരൊറ്റ രാത്രി കൊണ്ട് ഉണങ്ങിയതിനെ തളിപ്പിച്ചെങ്കിൽ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സ്തോത്രം. രക്തം ജയം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പല വിഷയങ്ങളും ഭാരമായി തോന്നുമ്പോൾ, ബുദ്ധിമണ്ഡലങ്ങളിൽ മുരടപ്പികൾ കാണുമ്പോൾ, ഉപവാസ പ്രാർത്ഥന സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ആത്മാവിൽ തന്നെ വിളിച്ചു പറയുന്നു, ബുദ്ധിയിലെ മാന്യതകളെയും മരവിപ്പുകളെയും മുരടിപ്പുകളെയും ഈ ഉപവാസ ദിവസങ്ങളിൽ ദൈവം പൊളിച്ചെഴുതി ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ മൂള ബുദ്ധിമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരികയാണ്. വെട്ടിക്കട്ട, മുട്ടക്കട്ട, വെട്ടിക്കട്ട. യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും നമ്മളുടെ വ്യത്യാസം, അവൻ എല്ലാ തലമുറയിലും അവൻ വെളിപ്പെടുത്തുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളും അല്ലാത്ത കുഞ്ഞുങ്ങളും നമ്മളുടെ വ്യത്യാസം അവൻ അനുഭവങ്ങളിൽ കൂടി അവൻ വരച്ച് കാട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കും, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉടമകളാക്കും. സ്വദേശത്തും വിദേശത്തുമായി പടന്നു പന്തലിച്ചു നിൽക്കുന്ന വടവിഷം പോലെ പ്രിയ മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ വളർത്തും, പടത്തും, പന്തലിപ്പിക്കും. മുട്ടകട്ട, വെട്ടിലച്ച, രക്തം ജയം. വൈശാലായ റബേക്കയെ തേടി എലിയാസാദ് കടന്നു വന്നു. ബെതുവേല് തേടിപ്പോയില്ല, ലാബാൻ തേടിപ്പോയില്ല, റബേക്കയെ തേടി. സ്തോത്രം. അബ്രഹാം അയച്ച ദാസൻ കടന്നു വന്നെങ്കിൽ നിന്റെ തലമുറയെ തേടി നിന്റെ അടുക്കലേക്ക് ചില ദാസന്മാർ അടുത്ത ദിവസങ്ങളിൽ കടന്നു വരുമെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കാൻ ആരുണ്ട്? വിശ്വസിച്ച് ഏറ്റെടുക്കാം. നീ തേടിപ്പോകുകയല്ല, നിന്നെ തേടി നിന്റെ അടുക്കിലേക്ക് വരുന്ന ചില ആലോചനകളുണ്ട്.
വൈമനോബ വൈശലച്ച. സ്തോത്രം. രക്തം ജയം. ഈ കാര്യം യഹോവയാൽ വരുന്നു. ആര് പറയുന്നു? ബെതുവേൽ, ലാബാൻ. ഈ കാര്യം യഹോവയാൽ വരുന്നു. യഹോവയാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിലെ നിന്റെ ഭവനത്തിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നത് ആത്മാവ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ദൂത് വിളിച്ചു പറയുന്നത്. ചില ആലോചനകൾ നിന്റെ ഭവനത്തിലേക്ക്, ചില ആലോചനക്കാർ നിന്റെ ഭവനത്തിലേക്ക് നടന്നു വരുന്നുണ്ട്. ഉടാലാബ വൈശാലായ കൽബലോബ വേദിരാജ മുട്ടാകട്ട വെട്ടാലച്ച വൈബലോബലോബ ശന്തലാലോബ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. സമയമായപ്പോൾ കൽപ്പാത്രത്തെ തേടി യേശു കർത്താവ് കടന്നു വന്നു. കൽപ്പാത്രം എവിടെ കടന്നോ അതിൻ്റെ അടുക്കൽ യേശു വന്നു. എപ്പോൾ? സമയമായപ്പോൾ. കൽപ്പാത്രത്തിലെ പച്ചവെള്ളം മുന്തിരിച്ചാതായി. ആ കൽപ്പാത്രം കലവതയ്ക്കകത്തേക്ക് മാറ്റപ്പെട്ടെങ്കിൽ നിന്നെ തേടി നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവിക സാന്നിധ്യം, അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തുന്ന ചില കലവറകൾ വെളിപ്പെട്ടു വരുന്ന ദൈവിക സാന്നിധ്യം. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു. പാപപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ദൈവത്തിന്റെ ന്യായവിധിയുടെ യാഗപീഠത്തിൽ ഞാനും നിങ്ങളും കടന്ന സ്ഥാനത്ത് നമ്മുടെ കഴുത്തു നേരെ ഓങ്ങിയ കത്തി തിരിച്ചു മാറ്റി ലോകസ്ഥാപനത്തിനു മുമ്പേ മാറ്റപ്പെട്ട് കെട്ടപ്പെട്ട കുഞ്ഞാടിന്റെ കഴുത്തിൽ വീഴത്തക്കവണ്ണം ദൈവം നമ്മളോട് കാണിച്ച സ്നേഹവും ആദരവും കരുതലും എത്രയോ വലുത്. സ്തോത്രം. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് മരിച്ചു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. ഇസഹാക്കിനു വേണ്ടി ഒരു കോലാട് അറുക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിനു വേണ്ടി ഒരാട് അറുക്കപ്പെടുകയാണ്. പെസഹയുടെ ചട്ടമാണ് അവിടെ ദൈവം കൊടുക്കുന്നത്. ഓരോ കുടുംബക്കാർ ഓരോ ആടിനെ എടുക്കണം. ആ പ്രമാണത്തിന് മാറ്റമില്ല. ആള് കൂടിയാലും ആള് കുറഞ്ഞാലും ഒരു കുടുംബത്തിന് ഒരാടിനെ എടുത്തിരിക്കണം. ആ ചെമ്മതിയാടോ കോലാടോ ആകാം. ഒരു വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഊനമില്ലാത്തതായിരിക്കണം. അത് 10-ാം തീയതി, ആബീബ് മാസം 10-ാം തീയതി മാറ്റിക്കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയം ഇതിനെ അറുക്കണം. ആ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം. അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുതുമ്പടിമേൽ രണ്ടിന്മേലും പുരട്ടണം. വാതിൽ അടയ്ക്കണം. തീയിൽ ഈ മാംസം ചുട്ടെടുക്കണം. പുളിപ്പില്ലാത്ത അപ്പവുമുണ്ട്, കയ്പ് ചീരയും ഉണ്ട്. ഇതിനോട് ചേർന്ന ഈ ചുട്ടെടുത്ത മാംസം ഇവ ഭക്ഷിക്കണം. ഒരു കുടുംബത്തിന് ഒരാട് അറുക്കപ്പെടുകയാണ്. മാനവ കുലമെന്ന ഒരു കുടുംബത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് ആ കുഞ്ഞാട് കാൽവരിയിൽ അറുക്കപ്പെടുകയാണ് ഉണ്ടായി. ഈ മാംസം തിന്നതുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടാകാതിരുന്നത്. കാല് വീങ്ങിപ്പോയില്ല, വസ്ത്രം മുഷിഞ്ഞില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഒരു ബലഹീനനും അവരുടെ ഇടയിൽ ഉണ്ടാകാതിരിപ്പാൻ കാരണം തീയിൽ ചുട്ട പെസഹ കുഞ്ഞാടിന്റെ മാംസം അവർ കഴിച്ചത് കൊണ്ടാണെങ്കിൽ, സ്തോത്രം, യേശു കർത്താവിനെ നാം ഭക്ഷിക്കുന്നത് കൊണ്ട്, സ്വന്തമാക്കുന്നത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയത് കൊണ്ട് ദൈവം നമ്മളെയും സൗഖ്യമാക്കുന്നു. ദൈവം നമ്മളെയും വിടുവിക്കുന്നു, ബലത്തോടെ നടത്തുന്നു. അവന്റെ അടിപ്പിണതായുള്ള സൗഖ്യം നമ്മുടെ അവകാശം കൂടിയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ
ഒരു ജാതിക്ക് വേണ്ടി ഒരാട് അറുക്കപ്പെടുകയാണ്. അവിടുത്തെ പ്രമാണം ഉത്സവങ്ങളിൽ ഒന്നായ മഹാപാപ പരിഹാര ദിവസം, ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ, അത് 7-ാം മാസം 10-ാം തീയതിയാണ് നടക്കേണ്ടത്. ആ പെരുന്നാളിൻ്റെ പ്രമാണമാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ 4 മൃഗങ്ങളെ കൊണ്ടുവരും. 1 ഒരു കാള, 2 കോലാട്, 3 ഒരു ആട്, ചെമ്മരിയാട്. ആദ്യം മഹാപുരോഹിതൻ കാളയെ അറുക്കണം. അതിൻ്റെ രക്തം കയ്യിലെടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് 7 പ്രാവശ്യം ആ രക്തം തളിക്കണം. അത് തൻ്റെ പാപത്തിന് വേണ്ടി. എന്നിട്ട് അവൻ ഇറങ്ങി വരും. ശേഷിച്ച 2 കോലാട്ടുകൊച്ചന്മാരെ കെട്ടിയിട്ടുണ്ട്. ഇതിന് ചീട്ടിടും. 1 യഹോവയ്ക്ക് വേണ്ടി, മറ്റേത് അസസേലിന് വേണ്ടി. അസസേൽ എന്ന മലയാളത്തിൽ വായിക്കുമ്പോൾ സ്കേപ്പ് ഗോട്ട് എന്ന ഇംഗ്ലീഷിൽ, ഒറ്റപ്പെട്ട ആ സ്കേപ്പായി പോയ ആട്. ഇതിന് 2-നും ചീട്ടിടും. അസസേലിനു വേണ്ടി എന്ന് ചീട്ട് വീണ ആ കോലാട് കൊറ്റന്റെ തലയിൽ ഈ മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ 1 വർഷത്തെ പാപവും ശാപവും ഒഴിഞ്ഞു വയ്ക്കും. പ്രത്യേകം നിയോഗിച്ച ഒരാൾ വശം ഈ കോലാടിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മരുഭൂമിയിൽ അഴിച്ചുവിടും. ഈ ആട് തീറ്റയില്ലാതെ, വെള്ളമില്ലാതെ, അത് വിശന്നും ദാഹിച്ചും ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ആട് മരുഭൂമിയിൽ ചത്തു വീഴും. യഹോവയ്ക്ക് വേണ്ടി എന്ന് ചീട്ടി വീണ ഈ ആടിനെ മഹാപുരോഹിതൻ അറുക്കും. അതിൻ്റെ രക്തം കയ്യിലെടുക്കും. അതിവിശുദ്ധ സ്ഥലത്ത് 2-ാം വട്ടം കയറിച്ചിൽ 7 പ്രാവശ്യം ഈ രക്തം സാക്ഷ്യൻ പട്ടണത്തിൽ തളിക്കും. എന്നിട്ട് ഇറങ്ങി വരും. അത് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി. 1 വർഷത്തെ തൻ്റെ പാപം മോചിക്കപ്പെട്ടു, ജനത്തിൻ്റെ പാപം മോചിക്കപ്പെട്ടു. തുടർന്ന് മറ്റേ 4-ാമത് അവിടെ വെച്ച് മാറ്റിവെച്ചിരിക്കുന്ന ആടിനെ ഹോമയാഗമായി ദൈവത്തിന് അർപ്പിക്കും, സന്തോഷ സൂചകമായി. 1 വർഷത്തെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ വീട്ടിൽ പോവുകയാണ്. ഈ യാഗം കഴിച്ച ഈ യാഗമൃഗങ്ങളുടെ ഉടൽ മഹാപുരോഹിതൻ തൻ്റെ തോളിൽ വഹിക്കണം. ആ കാര്യം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം, എബ്രായ ലേഖനം 13-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. 11-ാം വാക്യം, മഹാപുരോഹിതൻ 11-ാം വാക്യം. ആ ആ ആ 3 വാക്യങ്ങളിൽ ഒരുപോലെ കാണുന്ന പദമുണ്ട്. പാളയത്തിന് പുറത്ത്, നഗരവാതിലിന് പുറത്ത്, പാളയത്തിന് പുറത്ത്. 11-ാം വാക്യം പ്രതിരൂപമാണ്. 12-ാം വാക്യം സ്വരൂപമാണ്. 13-ാം വാക്യം അനുരൂപമാണ്. പ്രതിരൂപം, സ്വരൂപം, അനുരൂപം. പ്രതിരൂപത്തിൽ മഹാപുരോഹിതൻ യാഗമൃഗങ്ങളുടെ ഉടൽ, മൃഗമെന്ന ഏകവചനമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൻ്റെ പാപത്തിന് വേണ്ടി അറുത്ത കാളയുടെ തോലുണ്ട്, അതിൻ്റെ കുടലുണ്ട്. ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി അർപ്പിച്ച കോലാടിൻ്റെ തോലുണ്ട്, കുടലുണ്ട്. ഈ യാഗമൃഗങ്ങളുടെ ഉടൽ മഹാപുരോഹിതൻ തോളിൽ എടുക്കണം. മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ചിന്ത വന്യ വയോധികനായ ഒരു മനുഷ്യനാണ്. ആ പ്രായമുള്ള മഹാപുരോഹിതൻ ഈ മൃഗങ്ങളുടെ ഉടൽ തോളിലെടുക്കുമ്പോൾ അതവന് ചുമക്കാവുന്നതിലും അപ്പുറമാണ്. മൃഗങ്ങളുടെ ഉടലും കുടലും തോലും അവൻ വഹിക്കുക എന്ന് വച്ചാൽ അവന് ചുമക്കാവുന്നതിലും അപ്പുറമാണ്.
ഈ നിന്ന ചുമന്ന പാളയത്തിന് പുറത്തു കൊണ്ടുപോയി വിശുദ്ധീകരിച്ച് ഒരു സ്ഥലത്തിട്ട ഇത് ചുട്ടുകളയണം. ഇത് കഴിഞ്ഞിട്ട് മടങ്ങി വന്ന് വസ്ത്രം മാറ്റിയാണ് മറ്റ് ഹോമയാഗം നടത്തണം. ഇനി സ്വരൂപത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി 12-ാം വാക്യത്തിൽ വായിച്ചു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് കഷ്ടം സഹിച്ചു. യേശു കർത്താവിന്റെ തോളിൽ നോക്കിയാൽ അവനും ചുമക്കാൻ കഴിയുന്നതിലും അത്ഭുതമായ ഭാരമുള്ള പച്ച പൈൻ മരക്കുരിശാണ് യേശു കർത്താവിന്റെ തോളിൽ ഇരിക്കുന്നത്. ഇതുമായി അങ്ങ് ചെല്ലത്തില്ലെന്ന് സംശയിച്ചപ്പോഴാണ് ശീമോനെയൊക്കെ നിർബന്ധിച്ചത്. അപ്പോൾ പ്രതിരൂപത്തിലും സ്വരൂപത്തിലും കടന്നു പോകുന്ന മഹാപുരോഹിതന്മാർ ചുമക്കാവുന്നതിലപ്പുറമായ ചുമടെടുത്തെങ്കിൽ 13-ാം വാക്യം നമ്മുടെ കാര്യമാണ്. അതുമായിട്ട് നമ്മൾ അനുരൂപപ്പെടുകയാണ്. അങ്ങനെ നാമും അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തിയല്ലാണ്. നേരത്തെ കണ്ട 2 മഹാപുരോഹിതന്മാരുടെ ചുമലിൽ കാണുന്ന ചുമട് അവർക്ക് വഹിക്കാവുന്നതിലും അത്ഭുതമാണെങ്കിൽ അവരെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലും ഭാരമേറിയ വിഷയങ്ങൾ കടന്നു വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. പരീക്ഷയോടുകൂടി പോക്ക് വഴി തരും, വഹിക്കാവുന്നൊരു അത്ഭുതമായ പരീക്ഷ തരത്തില്ല. ഈ വാക്യങ്ങളൊന്നും വിസ്മരിച്ചല്ല ഞാൻ ഈ ഭാഗം പറയുന്നു. ചില ഭാരങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവമേ ഇതെനിക്ക് താങ്ങാവുന്നതിലും അത്ഭുതമാണ്, വഹിക്കാവുന്നതിലും അത്ഭുതമാണ് എന്ന് പറയാത്ത ആരും ഇതിൻ്റെ അകത്ത് ഇരിപ്പില്ല. നമ്മുടെ മുമ്പിൽ കടന്നുപോയ മഹാപുരോഹിതന്മാരെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭാരം മറന്ന്, വേദന മറന്ന്, നിന്ന മറന്ന് പാളയത്തിന് പുറത്ത് ചെല്ലുവാൻ ആ കാഴ്ച നമുക്ക് പ്രേരക ശക്തിയാണ്. ഞാൻ മടങ്ങി വരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി അറുക്കപ്പെട്ടയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു ജാതിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാണ്. ഒരു വർഷത്തെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. പക്ഷെ ഈ പാപമോചനം ഒരു വർഷത്തേക്കേ ഉള്ളൂ. അടുത്ത വർഷം 7-ാം മാസം 10-ാം തീയതി ആകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആവർത്തിക്കപ്പെടണം. പക്ഷെ നമ്മുടെ പാപം മോചിച്ചത് ഒരു വർഷത്തേക്കോ 5 വർഷത്തേക്കോ അല്ല, അക്കരെ നാട്ടിലെത്തുന്നിടം വരെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് തന്ന് വീഴാതെ വണ്ണ സൂക്ഷിച്ച അവന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കരം പിടിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ശേഷിച്ച ഭാഗം മറ്റവസരങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാത്രം 7 സ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. കഥ അനുഭവിച്ചാൽ മറ്റൊരവസരം നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മളെ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രവാചകൻ പ്രവചിക്കുന്നു, വിശ്വാസത്തോടുകൂടി കുഴികുഴിക്ക്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മേഘവും കാണുകയില്ല, വിശ്വാസത്തോടെ കുഴികുഴിക്ക്. വിശ്വാസത്തോടുകൂടി കുഴികുഴിച്ചപ്പോൾ പിറ്റേ ദിവസം ഏതോ നാട്ടിൽ നിന്ന് ഇതാ ഒരു ഒഴുക്ക് കടന്നു വരുന്നു. ഏതോ ഏശാവ് താമസിച്ച സ്ഥലമാണ്, ഒരു അന്യ നാടാണ്. ആ ഏതോ നാട്ടിൽ കൂടി ഒരു ഒഴുക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ന് കാറ്റ് കാണുന്നില്ല, മേഘം കാണുന്നില്ല, യാതൊരു അനക്കവും തോന്നുന്നില്ല. എങ്കിലും നിങ്ങളുടെ പടങ്ങൾക്കോ വേണ്ടുവോളം കുടിക്കത്തക്കവണ്ണം ഈ കുഴികളെ നിറയ്ക്കുമാതാക്കെ ഞാൻ വെള്ളം കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് പ്രവാചകനിലൂടെ ആലോചന പറഞ്ഞെങ്കിൽ സ്തോത്രം. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. അവിചാരിതമായ സ്ഥാനത്ത് നിന്ന്, അന്യനേശത്ത് നിന്ന്, ഒരിക്കലും വരത്തില്ലെന്ന് വിചാരിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ഒരു ഒഴുക്ക് കടന്നു വരുന്നുണ്ട്.
ഉടലബലബലബഷ് വൈബലബലബഷ് ശന്തലബഷ് രക്തം ജയം വബലബലബലബലബലബഷ് ഉടലബലബലബഷ് ഇബലബലബലബഷ് അംബലംബോ വൈശാലായ ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം ഉണ്ടാക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല രാത്രികാലം കർത്തൃപാദപീഠത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനാധിപത്തെ സ്തുതിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ ഉപവാസത്തിൻ്റെ 7ാമത് രാത്രികാലവും കർത്താവ് തൻ്റെ വലിയൊരുപത്തിന് കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമൊരു ദൈവ ശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ കുഞ്ഞാടായി വിശുദ്ധ തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഭക്തനെ കൂടെ നമ്മൾ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ച കർത്താവ്, പച്ചപ്പൈൻ മരക്കുരിശു വന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് കണക്കെ അറക്കപ്പെട്ട കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് വചനത്തിൻ്റെ ഏടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. പിന്നെ ഒരു വിസ്താരം ആവശ്യമില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി നമ്മുടെ ഉള്ളങ്ങളെ തൊട്ട ദൈവാത്മാവ് സംസാരിച്ച എല്ലാ ദൂതുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വാക്തത്വ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മോട് ഓരോരുത്തരുടെ ദൈവത്തിൻ്റെ ആത്മാവചനത്തിൻ്റെ ഏടുകളിൽ നിന്ന് സംസാരിച്ചല്ലോ. എല്ലാ വചനത്തിനും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ വലിയൊരു ദാസനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. പിന്നെ ശക്തിയോടെ കർത്താവ് നിർത്തനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവസനായ ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശേഷാൽ പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ വയ്യാറായ സമയം സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാളെ പകൽക്കാലത്തെ സൺഡേ സ്കൂളിനായി, സഭായോഗത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ വിഷയങ്ങളെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ കെ എം ജോസ് സാറെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞാടിനെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷണ്ണൻ ഹല്ലേലൂയ രഥത്തിൽ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അർക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് വായിച്ചപ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഹല്ലേലൂയ ആരെക്കുറിച്ചെന്ന് ഹല്ലേലൂയ അവനെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ ഹല്ലേലൂയ ഷണ്ണൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷണ്ണൻ ഹല്ലേലൂയ സ്നാനപ്പെട്ട് ഹല്ലേലൂയ സന്തോഷത്തോടെ അവൻ്റെ വഴിക്ക് പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഫിലിപ്പോസിനെ ഹല്ലേലൂയ എടുത്തുകൊണ്ട് അസ്തോദിലേക്ക് പോയതിനെക്കുറിച്ച് കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് ഹല്ലേലൂയ രേഖപ്പെടുത്തിയത് സംസാരിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ ഹല്ലേലൂയ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ കയറിയ ഹല്ലേലൂയ കുഞ്ഞാട് ക്രിസ്തുവാകയാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നമ്മുടെ സകല പാപങ്ങളും രോഗങ്ങളും വേദനകളും ശാപങ്ങളും ശിക്ഷകളും അവൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ഹല്ലേലൂയ അവൻ്റെ രക്തത്താൽ നമ്മെ വീട്ടെടുത്തിരിക്കാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കുഞ്ഞാട് കടന്നു പോകുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ യോഹന്നാൻ സാക്ഷിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. ഹല്ലേലൂയ പെസഹ കുഞ്ഞാട് ഹല്ലേലൂയ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഹല്ലേലൂയ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വെള്ളി ഹല്ലേലൂയ പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഹല്ലേലൂയ കുഞ്ഞാടിൻ്റെ വിലയേറിയ ഹല്ലേലൂയ നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കാലെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും
മമോർത്ത് വാഴ്ചയിലെ വിഷയങ്ങളോടും ഭൂലോകങ്ങളിസ്തന്മാരോടും പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരോടുകൂടെ പ്രത്യേകിച്ച് ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയന്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ.